ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് അനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. അപ്പോൾ എന്താണ് ഇവിടെ പലരെയും ഞാൻ കാണുവാനില്ല. നീയിപ്പോ മിസ്സിനെ കുറെ നാൾ കാണാണ്ടായതുകൊണ്ട് എൻ്റെ മക്കളെയും കാണണ്ടെന്ന് വിചാരിക്കുന്നതാണോ? മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇതെന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നേ? ഓഡിയബിൾ അല്ലേ? ക്യാമറ ഓൺ ചെയ്തേ. അനന്തു ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാണ്ട് ഇവിടെ ക്ലാസ് തുടങ്ങുന്നില്ല. ഹലോ അനന്തു ഓഡിയബിൾ അല്ലേ? ഓഡിയബിൾ ആണോ? കേക്കുന്നുണ്ടോ? അഭിനവേ ഒന്ന് ക്യാമറ ഓൺ ചെയ്തേടാ. ഇനികക്ക് ഓഡിയബിൾ ആണോ? കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അനന്തുവിനും അഭിനവനും പ്രശ്നം ക്യാമറ ഓൺ ചെയ്യാൻ? അഭിനവേ ക്യാമറ ഓൺ ചെയ്തേടാ. ക്യാമറ ഓൺ ചെയ്യാണ്ട് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തിനീ വരുമ്പോ തന്നെ മിസ്സിനോട് ഉടക്കാൻ നിൽക്കുന്നേ? എന്തോ ഓൺ ചെയ്തോ. അനന്തു അടുത്തത്. നിനക്ക് എന്ത് യാത്രയൊക്കെ കഴിഞ്ഞ് എവിടെയാ പോണ്ടേ? യാത്ര നിർത്തിയാ? മിസ് ഇപ്പൊ യാത്രയിലാ. ഹോസ്പിറ്റല് മൊത്തം യാത്രയിലാ മിസ്. പക്ഷെ ക്ലാസിന്റെ സമയത്ത് മാത്രമേ നിനക്ക് സാധനം മേടിക്കാൻ പോകാൻ പറ്റുള്ളൂ അല്ലേ? അടുത്ത ആള് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. എടാ അനന്തു ഒന്ന് റെസ്പോണ്ട് ചെയ്തേടാ. ഓക്കേ. സന്തോഷം. ഇടയ്ക്കൊക്കെ അങ്ങനെ വീട്ടിലിരിക്കുന്നത് നല്ലതാ. ഓ, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. എന്റെ പൊന്നനന്തു ഒന്ന് ക്യാമറ ഓൺ ചെയ്യോ, ഇല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പറയോ? നീ അതെയോ മീറ്റ് ഇത് ഓൺ ആക്കി വെച്ചിട്ട് പോയാ? അതെ മകനെ, മടങ്ങി വരൂ. ടീച്ചർ വെയിറ്റിംഗ് ആണ്. അടുത്ത ആളുടെ വിശേഷം ഒന്നും കേൾക്കുന്നില്ല. എടാ മുഹമ്മദേ. ഇവിടെ ഉണ്ട് ഞാൻ. കൊറേ നാളായിടാ നമ്മള് കണ്ടിട്ട്. ശരിയാണല്ലോ, അൽഫാസിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ. അൽഫാ സാറിന്റെ ഒരു പകർപ്പുണ്ട്. മുടി അതെ. അഭിനവ് പുറത്താന്ന് പറഞ്ഞിട്ട് നല്ല സെറ്റ് ആയിട്ട് നല്ല എന്താ പറയാ പഠിക്കാനുള്ള സെറ്റപ്പില് ക്ലാസ് ഇരിക്കണ്ട. അനന്തുവിന്റെ ഒരു റെസ്പോൺസും ഇല്ല. ഇനി ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആക്കണം അനന്തു. അത് കുഴപ്പമില്ല. നീ വന്ന് കേറിയില്ലോ, ക്ലാസ്സിന്റെ സമയം വരെ എത്തിയില്ലോ. എടാ അനന്തു ഒന്ന് റെസ്പോണ്ട് ചെയ്യണട്ടാ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാ അത് ഇന്ന് നീ പനി പിടിച്ച് കിടക്കുകയാണെങ്കിലും മിസ്സിനൊന്ന് അറിയിക്ക്. അതെ, പനി അപ്പൊ എല്ലാരും ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടാണോ ഇരിക്കണേ? ബുക്ക് പൊക്കി പിടിച്ചാ മതി. പേന ഉണ്ടോ? ഉണ്ട്. മുഹമ്മദ് എന്തേലും പേന ബുക്കൊക്കെ ഉണ്ടാ? എല്ലാതും ഉണ്ട്. ഈ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരുടെയും കംപ്ലീറ്റ് ആണോ? എവിടെ? ഞാനാ?
ആ സ്കൂളില് ഇവിടെ ഇപ്പൊ രണ്ടാം ചാപ്റ്റർ തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിന്റെ പറപ്പിച്ചേനെ അവിടുന്ന്. അഭിനവേ ഇവിടെ ഒന്നും റെസ്പോൺസും കിട്ടിയില്ലല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നോട്ട് കംപ്ലീറ്റ് ആണോ? അഭിനവ് പോയോന്ന് എന്താ ഒരു ശുഷ്കാന്തി. ആകപ്പാടെ കൂടിയിരിക്കാൻ രണ്ടുപേരുള്ളു. അതെ, അതിന് ടീച്ചർ അന്വേഷിക്കണ്ട്, ഇനിക്ക് അന്വേഷിക്കണ്ട്, ഞാൻ അന്വേഷിക്കണ്ട്. അനന്ത് ഇവിടെ ഇല്ല. അനന്ത് വെറുതെ ഇത് ഓണാക്കി വെച്ചേക്കുന്നയാ. അനന്ത് വരട്ടെ, നമുക്ക് കൊടുക്കാം. കണ്ടത്ര സങ്കടപ്പെട്ട് വിളിക്കുന്ന. എടാ അഭിനവേ ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ അല്ലേ? കംപ്ലീറ്റ് അല്ലേ? അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായില്ല, എന്നിട്ട് ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നിന്റെ എത്രാമത്തെ ക്ലാസ് ആടാ ഹിന്ദി? എടാ ഒന്നും ഉണ്ട്. ഇവരൊക്കെ കിടന്ന് കലപില കലപിലാന്ന് വർത്താനം പറയുന്ന കണ്ടില്ലേ? ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ നിന്റെ? രണ്ടാമത്തെ അഭിനവിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? രണ്ടാമത്തെ ക്ലാസ് ആണ്. നട്കടിന്റെയും ചട്പടിന്റെയും ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നാമത്തെ ഞാൻ അത് ഡൽഹി വെച്ചിട്ടായിരുന്നു. അത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നോ കണ്ടായിരുന്നേ? ആ പഠിപ്പിച്ചു തുടങ്ങുന്നേ ഉള്ളായിരുന്നോ? ഓക്കെ. അനന്തു അനന്തു ഇവിടെ വന്നിട്ടുണ്ട്. അനന്തു ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്റെ ജനലും വീടിന്റെ പരിസരവും മുറ്റൊക്കെ എനിക്ക് കാണിച്ചു തന്നെ. അതെ വേഗം വാന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും കേൾക്കാനായിട്ട്, അഭിനവും കേൾക്കാനായിട്ട് മിസ് പറയാണ്. എന്താണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ രണ്ട് വികൃതി കുട്ടന്മാരുടെ രണ്ട് പേരുടെ കഥയൊക്കെ പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സാമും കഴിഞ്ഞു. കംപ്ലീറ്റ് നമ്മൾ എന്താണ് ചെക പോക ഒക്കെ തീർത്തിട്ടുണ്ട്. അതിന്റെ നമ്മൾ ചാപ്റ്റർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ആ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ചട്പടും നട്കടും ഓക്കെയാണ്. ചട്പടും നട്കടും നല്ല രസമായിട്ട് നമ്മൾ കഥയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഇച്ചിരി പ്രശ്നക്കാരനുള്ള ചാപ്റ്റർ. അതായത് ഇനി വരാൻ പോകുന്നത് ഒരു കവിതയാണ്. കവിത പഠിക്കുമ്പോ എന്ത് പഠിക്കണം മക്കളെ? സാരാംശം പഠിക്കണം, അപ്രിസിയേഷൻ പഠിക്കണം. അപ്പൊ അപ്രിസിയേഷൻ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതായത് അത് കാണാതെയൊക്കെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലേശം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. പക്ഷെ എന്നാലും അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മൾ രസമായിട്ട് എന്താ പറയുക ഈസി ആയിട്ട് പഠിക്കും. എങ്കിലും നമ്മൾ ഫസ്റ്റ് പഠിച്ച കഥയിനേക്കാൾ കുറച്ചുകൂടെ പാടുള്ള ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക. ഇപ്പൊ നമ്മള് മിസ് ഒരു പിക്ചർ കാണിച്ചേക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തോ എവിടെ പോണു? ഓക്കെ. മാറ്റിക്കോ. എന്റെ സ്കൂളില് 4 പടികൾക്ക് പറഞ്ഞു. 4 4 വേറെ വേറെ ആണല്ലേ? അത് മിസ്സിന് പുതിയൊരു അറിവാ. 4 മാറ്റിയിട്ട് അയ്യോ 4 4 എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ മിസ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് കുട്ടികളാണ്. അപ്പൊ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാഴ്ചകളൊക്കെ കണ്ട് തന്നെ ആസ്വദിച്ചൊക്കെ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് അതേപോലെ നട്കടിന്റെ വികൃതികളും നട്കട് ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ അപ്പുറത്തെ കാഴ്ചകളും ഇപ്പുറത്തെ കാഴ്ചകളും അവന്റെ വികൃതികളും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, പ്രകൃതി ഭംഗി അല്ലെ?
പ്രകൃതി ഭംഗി. അപ്പോ ഇവിടെയും നമ്മൾ എന്താണ് പ്രകൃതിനെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെ കുറച്ച് പാടങ്ങളെ പറ്റിയും നെല്ലിനെ പറ്റിയും കൃഷിയെ പറ്റിയും എന്തോ തീർക്കട്ടെ, അതുകൊണ്ടായിരിക്കും ക്ലാസ്സിൽ. എന്നാ ഇന്ന് ക്വസ്റ്റ്യൻ മൊത്തം അനന്തൂരോടാണേ. എന്തായാലും ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞേക്കുന്നതല്ലേ. ഇന്ന് ക്വസ്റ്റ്യൻ മൊത്തം അനന്തൂനോടാ. അപ്പൊ എന്താ നമ്മൾ പ്രകൃതിനെ പറ്റിയും നെല്ലിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ പഠിക്കാൻ പോവാ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് ഇക്കായി ഏക്കിലെ പാട് 2, അതായത് ഇക്കായി ഏക്കിലെ പാട് 2 എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ബഹുത് ദിനോം കെ ബാദ്. ബഹുത് ദിനോം കെ ബാദ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ മക്കളെ, ബഹുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബഹുത്ത് എന്താണ്? വളരെ എന്നാണ് മീനിങ് വരിക. ബഹുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ. ദിനോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ദിവസങ്ങൾ. വർഷങ്ങളാണോ? ഇവിടെ ചാപ്റ്റർ എന്താ പറയാ, സ്കൂളിൽ പാടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങെ മനസ്സിലാവാണ്ട് വന്നിരിക്കുന്ന കുരുപ്പുകള്. എന്നാ സ്കൂളിലുള്ള മിസ്സിനെ അങ്ങോട്ട് എന്താ പറയാ കുറച്ച് നേരത്തേക്ക് ഇങ്ങ് മാറ്റി നിർത്തിക്കോ. പൊട്ട തെറ്റാണോ പറഞ്ഞു തരുന്നേ? എന്തോ ദിവസങ്ങൾ. ഇനികയുടെ സ്കൂളിലെ മിസ്സിനെ എനിക്കൊന്ന് കാണണം. ഒന്നല്ലെങ്കിൽ മിസ്സിന്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിന്റെ മിസ്റ്റേക്കാ. ഓക്കെ, എന്നല്ല അവളുടെ ക്ലാസ് ടീച്ചറിനെ, എനിക്കത് പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ ദാ നോക്കിയേ, ബഹുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം. ദിനോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ. ബാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ശേഷം. അപ്പൊ എന്താ? വളരെ ദിവസങ്ങൾക്ക് ശേഷം. വളരെ ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് ബഹുത് ദിനോം കെ ബാദ് എന്നതിന്റെ അർത്ഥം. എന്താണ് മക്കളെ? ഒരുമിച്ച് എഴുതി വെച്ചോളൂ. വളരെ ദിവസങ്ങൾക്ക് ശേഷം. ആരെങ്കിലും ഇതേപോലെ എന്താ കംപ്ലീറ്റ് ആയിട്ട് മലയാള അർത്ഥമൊക്കെ പറഞ്ഞു തരുന്നവരുണ്ടാവോ ടീച്ചേഴ്സ്? ഇതേപോലെ എഴുതി വളരെ വർഷങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം എന്നൊക്കെ മിസ് ഇതേപോലെ എഴുതി തരുന്നുണ്ട്. എന്നാലെങ്കിലും ഒന്ന് പഠിക്കട്ടെ. എന്താണ്? വളരെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ നമ്മൾ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മക്കളെ, ഇതാരെഴുതിയതാണെന്ന്. बहुत दिनों के बाद लेखक कौन है? बहुत दिनों के बाद कविता का लेखक कौन है? ആരാണ് ഈ ബഹുത് ദിനോം കെ ബാദ് എന്ന കവിത എഴുതിയത്? നാഗാർജുൻ. ആരാണ് മക്കളെ? നാഗാർജുൻ. വെരി ഗുഡ്. അപ്പൊ എന്താണ്? നാഗാർജുൻ ആണ് നമ്മുടെ ബഹുത് ദിനോം കെ ബാദ് കവിത എഴുതിയത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിക്കുന്നത് കവിതയാണെന്ന്. किस विधा की रचना है? बहुत दिनों के बाद किस विधा की रचना है? वेरी गुड इनिക. ഏതാണ്? കവിത. बहुत दिनों के बाद किस विधा की रचना है? ആൻസർ എന്താണ് മക്കളെ? കവിത. ഇത്രയും ഓക്കെ അല്ലേ? യെസ്, ഇത്രയും പക്ക ക്ലിയർ ആണ്. നെക്സ്റ്റ് അടുത്ത നമുക്ക് കവിത പഠിക്കുന്നതിന് മുന്നേ ആരാണ് ഈ നാഗാർജുന്റെ ഒരു അപ്പൂപ്പൻ മാനത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്? ഏതാണ് ഈ അപ്പൂപ്പൻ എന്ന് അറിയണ്ടേ നമുക്ക്? അപ്പൊ അപ്പൂപ്പൻ ആരാണെന്ന് നോക്കാം. മാനത്തേക്ക് നോക്കിയിരിക്കുന്ന കഴുത്തിലൊരു ടവലും ചുറ്റിയതാ ഇങ്ങനെ ഇരിക്കുന്ന ആളുടെ പേരാണ് നാഗാർജുൻ. അപ്പൊ നാഗാർജുൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊന്നും എന്താണ് നമുക്ക് സാരാംശം ഉൾപ്പെടുത്തണ്ട. 1-2 വരിയൊക്കെ പഠിച്ചിരിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മ 13 ജൂൺ 1911 മൃത്യു മരണം എപ്പോഴാണ്? 5 നവംബർ 1998 ആണ്. അപ്പൊ നെക്സ്റ്റ് അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഹിന്ദി കെ പ്രഗതിശീൽ സാഹിത്യകാർ. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയിൽ കുറെ കവികൾ ഉണ്ടല്ലേ. നമ്മളിപ്പോ ചട്പട്ട് ഓർ നട്ഖട്ട് പഠിച്ചപ്പോ ഒരാളുടെ പേര് പഠിച്ചു. ഇപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരാളുടെ പേര് പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കവികള് ഹിന്ദിയിലുണ്ട്. അപ്പോ ഈ കവികളെയൊക്കെ എന്താണ് ഓരോരോ കാലങ്ങളായിട്ട് തിരിച്ചിട്ടാ ഉള്ളേ.
ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതാണ് ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ, പ്രഗതിശീൽ എന്നൊരു വിഭാഗത്തിൽ പെടുന്ന ഒരു സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ നാഗാർജുൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ അദ്ദേഹം ഏത് സാഹിത്യകാരനാണ്? പ്രഗതിശീൽ സാഹിത്യകാരനാണ്. ഏതാണ് മക്കളെ? പ്രഗതിശീൽ സാഹിത്യകാരൻ. ആ, ഓക്കെ, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ജന്മ ബീഹാർ കെ ദർഭംഗ में हुआ. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, വിട്ടേക്ക്. എവിടെയാണ് ജനിച്ചത്? ബീഹാറിലെ ദർഗംഭയിലാണ് അദ്ദേഹം ജനിച്ചത്. ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകാ മൂല് നാം എന്താണ് മക്കളെ? മൂല് നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെയിം എന്നാണ് അർത്ഥം. എന്താണ് ഫുൾ നെയിം? അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് അല്ലെങ്കിൽ മുഴുവനായ പേര് എന്തായിരുന്നു? വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു മക്കളെ? വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അദ്ദേഹം പ്രഗതിശീൽ സാഹിത്യകാരനാണ്. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ്, അദ്ദേഹം ജനിച്ചത് ബീഹാറിലാണ്. തേർഡ്, അദ്ദേഹത്തിന്റെ മുഴുവനായ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ്, उन्होंने मैथिली बंगला तथा संस्कृत में भी रचनाएं की है. അദ്ദേഹം ഏതൊക്കെ ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ രചനകൾ എഴുതുന്നത്? സംസ്കൃത, മൈഥിലി, ബംഗള 3 ഭാഷകളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ രചനകൾ എഴുതുന്നത്. മൈഥിലി, ബംഗള, സംസ്കൃത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചു? 4 പോയിന്റ് പഠിച്ചു നാഗാർജുനെ പറ്റി. അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് റെഡിങ്ങിൽ കൊടുത്തേക്കുന്നത്. സത്രംഗേ പംഖോം വാലി, രതിനാഥ് കി ചാച്ചി, ബൽച്ചനാമ, വരുൺ കെ ബേട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും 2 കൃതികളുടെ പേര് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കൃതികളുടെ പേര് ഓർത്ത് വെക്കാം. സത്രംഗേ പംഖോം വാലി 7 നിറമുള്ള ചിറകുകൾ. രതിനാഥ് കെ ചാച്ചി അതൊരാളുടെ പേരാണ്. ബൽച്ചനാമ, വരുൺ കെ ബേട്ടെ, ആദി ഉൻകി പ്രമുഖ രചനായേ ഭി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകള്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഭാരത് ഭാരതി സമ്മാൻ. ഇതൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, അതുകൊണ്ടാണ് മിസ് അണ്ടർലൈൻ ചെയ്യാത്തെ. ഭാരത് ഭാരതി സമ്മാൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു പുരസ്കാരമാണ് ഭാരത് ഭാരതി സമ്മാൻ. നെക്സ്റ്റ്, സാഹിത്യ അക്കാദമി പുരസ്കാർ, ആദി സേ ഉന്നെ വിഭൂഷിത് ഹേ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങൾ. അപ്പൊ ഇതിൽ മിസ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 5 കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചിരിക്കാം. മിസ് ഒന്നോടെ പറയാം. ഈ ബഹുദിനോം കെ ബാദ് എഴുതിയത് നാഗാർജുനാണ്. അദ്ദേഹം പ്രഗതിശീൽ സാഹിത്യകാരനാണ്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ബീഹാറിലാണ് ജനിച്ചത്. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. നാലാമത്തെ പോയിന്റ്, അദ്ദേഹം 3 ഭാഷകളിൽ പ്രധാനപ്പെട്ട രചനകൾ എഴുതിയിട്ടുണ്ട്. മൈഥിലി, ബംഗള, സംസ്കൃത. അഞ്ചാമത്തത്, ഏതെങ്കിലും അദ്ദേഹത്തിന്റെ 2 രചനകൾ. ഇപ്പൊ നിങ്ങൾ 2 രചന എഴുതുമ്പോ ഓർമ്മ എഴുതാം ബഹുദിനോം കെ ബാദ്. അപ്പൊ ഓർമ്മ കൂടെ പഠിച്ചാൽ മതിയല്ലോ. വേണമെങ്കിൽ ഏത് പഠിക്കാം? എന്തോ പോയിട്ടാ ഭക്തി നല്ലതാ. അപ്പൊ എന്താണ്? ഏതെങ്കിലും 2 രചനകൾ കൂടി എഴുതുക. ബൽസനാമ, ബഹുദിനോം കെ ബാദ്, സത്രംഗേ പംഖോം വാലി, ഏതെങ്കിലും 2 എഴുതാ. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കവിത നോക്കിയാലോ. എല്ലാരും ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റ് എടുത്ത് വെക്കുക. മീനിങ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതാം. മീനിങ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മിസ് ഇതാ ഇതേപോലെ നെക്സ്റ്റ് പേജിലാണ് മീനിങ്സ് എഴുതിയേക്കുന്നത്. അപ്പൊ മിസ് എന്ത് ചെയ്യാം? മീനിങ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനും പറ്റൂലോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ മിസ് ആദ്യത്തെ 2 സ്റ്റാൻസ മിസ് വായിക്കാം. बहुत दिनों के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान बहुत दिनों के बाद. ഒന്നൊന്നായിട്ട് പറയാം.
അപ്പൊ നിങ്ങൾക്ക് അറിയാലേ ബഹുത് ദിനോം കെ ബാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബഹുത്ത് വളരെ. ദിനോം എന്താണ്? ദിവസങ്ങൾ. ബാദ് ശേഷം. ഓക്കെ, നമുക്ക് എല്ലാത്തിന്റെ മീനിങ് പറഞ്ഞു പോകണം, കാരണം ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കൾ ചോദിക്കണം കേട്ടാ. അപ്പൊ എന്താണ്? ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ദേഖി. അബ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ. എന്താണ്? അബ്കി. അബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ. മേനെ ജി ഭർ ദേഖി. മേനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മേനെ എന്റെ. ജി ഭർ ദേഖി മനസ്സ് നിറഞ്ഞ് നോക്കി. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ നോക്കി എന്നാ പറയുന്നേ. അബ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ. അപ്പോൾ എന്നും എപ്പോൾ എന്നും നമുക്ക് പറയാം, രണ്ടും യൂസ് ചെയ്യാം, ശരിയാണ്. അപ്പോൾ എന്നോ എപ്പോൾ എന്നോ പറയാം. മേനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്റെ. ആ, ജി ഭർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജി എന്ന് ഉദ്ദേശിക്കുന്നത് ജീവൻ അല്ലെങ്കിൽ എന്താണ്? മനസ്സ് എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. അപ്പൊ എന്താണ്? ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞു നോക്കി എന്നാ പറയുന്നേ. എങ്ങടാ നോക്കണ്ടേ? ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിലേക്ക് നോക്കിയാൽ മതി. എങ്ങടാണ്? ആ മിസ് കാണിച്ചേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജിലേക്ക് നോക്കുക. ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞു നോക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ അറിയാലോ, ഭർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിറയുക. ഇവിടെ ഇത് നിങ്ങൾ മലയാളം മീനിങ് ആ മിസ് എഴുതുന്നേ. മിസ് അപ്പുറം കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് മീനിങ് ആണ്, അവിടെയും മലയാളം മീനിങ് മിസ് എഴുതി തരും. ഇപ്പൊ തന്നെ നിങ്ങൾ വലിച്ചു വാരി എഴുതണ്ട, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എഴുതി എടുത്തോളാം. ദേഖി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോക്കുക. ആ, കണ്ടു, നോക്കുക ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ അടുത്തതിന്റെയും കൂടെ മിസ് പറയാം. പക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പക്കി. പക്കി എന്താ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അനന്തു ഒന്ന് ഉത്തരം പറഞ്ഞേ. അനന്തു ഉത്തരം പറഞ്ഞു. ഇവിടെ ചാപ്റ്റർ ഒക്കെ പഠിച്ച് ഫുള്ളും കഴിഞ്ഞിരിക്കുന്ന ആണ് അനന്തു. ആൻസർ പറ. എന്താണ് പക്കി സുൻഹലി? എന്താണ് പക്കി സുൻഹലി? ആ, മറച്ചു നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടോന്നെങ്കിലും അറിയണമല്ലോ. എന്താ? ഞാൻ പഠിച്ചൊന്നുമില്ല, ഞാൻ ട്യൂഷനെ പഠിക്കത്തുള്ളൂ, ഇവിടെ പറയുന്ന കാര്യങ്ങളെ പഠിക്കത്തുള്ളൂ. ഇത്ര അച്ചടക്കമുള്ള കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ആ, പറ. എന്ത്? ആ, അങ്ങനെ എന്നെ ഇപ്പുറത്തേക്ക് പറയണം കേട്ടോ. എന്താന്ന്? ആ, പക്കി സുൻഹലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളവുകൾ. അതായത് ഇങ്ങനെ പാകമായി നിൽക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ നെല്ലിന് പാകമായി കഴിയുമ്പോഴാണ് നെല്ലുകൾ നമ്മൾ എന്ത് ചെയ്യുക? കൊയ്തെടുക്കുക. അപ്പൊ ഈ പക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകമാവുക അല്ലെങ്കിൽ വിളഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം. പാകമാവുക, വിളഞ്ഞു നിൽക്കുക, വിളഞ്ഞു നിൽക്കുന്ന. സുൻഹലി എന്ന് വെച്ചാൽ സ്വർണ്ണ നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള. ഓക്കെ, പക്കി സുൻഹലി. ഫസലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവുകൾ, വിളവുകൾ. ഫസലോം വിളവുകൾ. മുസ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുക. അപ്പോ മിസ് മീനിങ്സ് ഒന്നുകൂടെ പറയാം. ഇത് നിങ്ങൾ എന്തായാലും മലയാളത്തിൽ എഴുതിയെടുത്തോ. എഴുതിയെടുത്തതിന് ശേഷം ഇതിന്റെ മീനിങ്സ് പറയുമ്പോൾ പക്കയായിട്ട് കിട്ടും. അതായത് ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ മനസ്സിലാവും. ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ദേഖി. അബ്കി എപ്പോൾ, എന്റെ. മേനെ എന്റെ. ജി ഭർ മനസ്സ് നിറയെ. ദേഖി നോക്കി. എന്താണ് നോക്കി? മനസ്സ് നിറയെ കണ്ടു അല്ലെങ്കിൽ മനസ്സ് നിറയെ നോക്കി. പക്കി സുൻഹലി ഫസലോം പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തു? മുസ്കാൻ ചിരിച്ചു. അപ്പൊ മീനിങ്സ് എല്ലാവർക്കും പക്കയല്ലേ? എന്താ? വളരെ ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേടാ മുഹമ്മദേ? ആ ഓക്കെ അല്ലേ അഭിനവേ? ഓക്കെ ആണ്. അപ്പോ നെക്സ്റ്റ് ഇത് മാച്ചുകളായിട്ടെ. അല്ല അടുത്തേല് ഞാൻ മീൻസ് പറഞ്ഞു തരാടാ. ഇനി നമുക്ക് അർത്ഥം പറയാം. ബഹുത് ദിനോം കെ ബാദ് അബ് കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ബഹുത് ദിനോം കെ ബാദ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, വളരെ ദിവസങ്ങൾക്ക് ശേഷം അബ് കി മേനെ ഭർ ദേഖി എന്താണ്? എപ്പോഴാണോ എന്റെ മനസ്സ് നിറയെ ഞാൻ കണ്ടത്. എന്താണ് കണ്ടത് എന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. പക്കി സുൽഹലി ഫസലോം കി മുസ്കാൻ എന്താണ്? വിളവെടുക്കാറായി പാകമായി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളവുകൾ കണ്ടിട്ട് ഞാൻ എങ്ങനെ ചിരിച്ചു? മനസ്സ് നിറഞ്ഞു ചിരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ കവി പറയുന്നത്? ഇപ്പൊ നിങ്ങള് എന്താണ് ഒരുപാട് നാളുകളായി കാണും ഈ ഫോണും അതുപോലെ സിസ്റ്റവും ലാപ്പും സ്കൂളും വണ്ടിയും ടൗണും ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്ര നാളായി കാണും ഒരു പാടം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പാടത്തിന്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നിന്നിട്ട് എന്താണ് പാകമായി നിൽക്കുന്ന ഒരു നെല്ലിനെയും അതേപോലെ തന്നെ വിളവെടുക്കാറായ നെൽപ്പാടത്തെയൊക്കെ കണ്ടു നിന്നിട്ട് എത്രയോ നാളുകളായി കാണും മക്കളെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എപ്പോഴെങ്കിലും എന്താ വഴിക്കൂടെ പോകുമ്പോ പാടങ്ങളെയൊക്കെ നോക്കി നിൽക്കാറുണ്ടോ? ആരെങ്കിലും നിൽക്കാറുണ്ടോ? ഒന്ന് പറഞ്ഞേ, എത്ര നാളായി കാണും ഒരു പാടത്തെയും നെൽത്തോട്ടത്തെയൊക്കെ കണ്ടിട്ട്? കുറെ നാളുകളായി കാണില്ലേ? ഇല്ലേ? അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്. നമ്മൾ മനസ്സ് നിറഞ്ഞ് മനസ്സ് തുറന്നൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ചുറ്റും ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്താ, നമ്മളൂടെ മനസ്സ് വെച്ച് നമ്മൾ ഉള്ളു തുറന്ന് നോക്കണം. അപ്പൊ ഇത്രയും കാലം ഇത് എഴുതിയിരിക്കുന്ന കവി എന്താണ്, ഇതൊന്നും കാണാതെ ലൈഫ് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഒരിക്കൽ അദ്ദേഹം തന്റെ ജീഭർ ദേക്കി മനസ്സ് തുറന്ന് കാണാൻ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് നോക്കാൻ തയ്യാറായപ്പോ ഈ പാടങ്ങളും നെല്ലുകളും സ്വർണ്ണ നിറത്തിലുള്ള അതുപോലെ വിത്തുകളും എല്ലാം കാണാനായിട്ട് സാധിച്ചു. അപ്പൊ എന്താ പറയുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. ബഹുദിനോം കെ ബാദ് വളരെ ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേനെ ജീബർ ദേഖി ഞാൻ എന്റെ മനസ്സ് തുറന്ന് കണ്ടു. എന്തിനാ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ എന്താ വിളഞ്ഞു നിൽക്കുന്ന പാകമായി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളെ നോക്കി ഞാൻ ചിരിച്ചു എന്നാ പറയുന്നത്. ബഹുദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, വളരെ ദിവസങ്ങൾക്ക് ശേഷം. ആദ്യം ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് മക്കളെ, ദേഖി. ദേഖി എന്താണ്? കാണുക. അപ്പൊ നമ്മൾ ആദ്യം ഒരു അനുഭവം ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് കാഴ്ചയിലൂടെ ആണല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ എന്താ മനസ്സിലേക്ക് ഒരു സിനിമ പതിയുന്നത് എന്തുകൊണ്ടാ? നമ്മളത് കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. നമുക്ക് ചില സീനുകളൊക്കെ കാണുമ്പോ എന്താ രോമകൂപങ്ങൾ വിജൃംഭിക്കും എന്നൊക്കെ പറയൂലേ. അപ്പൊ അത് എന്തുകൊണ്ടാ? നമുക്ക് അത്രയും ആ സിനിമ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തത് കൊണ്ടാ. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മുടെ നാഗാർജുൻ പറയുന്നത് കാഴ്ചയെ പറ്റിയാ. ദേഖി ഈ നിറഞ്ഞു നിൽക്കുന്ന വിളവുകള് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് കണ്ടു. ഫസ്റ്റ് സ്റ്റാൻസ, ഫസ്റ്റ് പങ്ക്തി ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല. അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ത് കണ്ടു? നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടിട്ട് അദ്ദേഹം ഉള്ളു തുറന്ന് ചിരിച്ചു. ഇത്രേ ഉള്ളൂ. നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ട് അദ്ദേഹം ഉള്ളു തുറന്ന് ചിരിച്ചു. മുസ്കാൻ എന്താണ്? ചിരിക്കുക. അത് ഓക്കെ അല്ലേ? എഴുതി തരാം. ബഹുദിനോം കെ ബാദ്. അടുത്ത സ്റ്റാൻസും കൂടെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, ഒരുമിച്ച് എഴുതാം. ഓക്കെ. അപ്പോ അടുത്ത സ്റ്റാൻസ് നോക്കിയോ. ബഹുദിനോം കെ ബാദ് വീണ്ടും പറയാണ് എന്താണ്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ സുൻ പായ. നെക്സ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് സുൻ പായ. സുന്ന എന്താണ് മക്കളെ? കേൾക്കുക. ആദ്യം കണ്ടു, പിന്നെ എന്ത് ചെയ്തു? കേട്ടു. അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
അടുത്തത് എന്ത് ചെയ്തു? കേട്ടു. ബഹുദിനോം കെ ബാദ്. അത് ഇനി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? ഒരുപാട് അല്ലെങ്കിൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേം ജി ഭർ സുൻ പായ. അവിടെ വേറെ ഒന്നിനും മാറ്റല്ല. എന്താണ്? കണ്ടു എന്നുള്ളത് കേട്ടു എന്നായില്ലേ? അദ്ദേഹം അപ്പോൾ മനസ്സ് നിറഞ്ഞ് കേട്ടു. എന്താണ് കേട്ടതെന്നാണ് അടുത്തത് പറയുന്നത്. ദാൻ കൂട്ടി കിശോരിയോം കി കോക്കിലണ്ടി താൻ. എന്താണ് താൻ എന്ന് എന്തോ സെക്കൻഡിന്റെ ഒന്നും കൂടി പറഞ്ഞു. സെക്കൻഡ് ലൈനിന്റെ സെക്കൻഡ് വേറെ ഒന്നും ആ റൗണ്ട് ചെയ്തത് മാത്രമേ മാറുന്നുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞു വളരെ നാളുകൾക്ക് ശേഷം എന്താണ്? എപ്പോഴാണോ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് കണ്ടത്. രണ്ടാമത്തത് വളരെ നാളുകൾക്ക് ശേഷം എപ്പോഴാണോ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് കേട്ടത്. അപ്പൊ ആദ്യം കണ്ടത് എന്താണെന്നാ പറഞ്ഞത്? മൂന്നാമത്തെ വരിയില് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള എന്തിനെ കണ്ടു? വിളവുകളെ കണ്ടു. നെല്ല് കണ്ടിട്ടാണ് അദ്ദേഹം ചിരിച്ചത്. രണ്ടാമത്തത് അദ്ദേഹം എന്താണ് കേട്ടത്? കേട്ടത് എന്താണെന്നാണ് പറയുന്നത്. ധാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യം. ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ല് കുത്തില്ലേ? നെല്ല് കുത്തുന്നതൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. എങ്ങനെയാ? ഇങ്ങനെ നെല്ല് പണ്ടുള്ളവര് വിളവെടുത്ത് കൊണ്ടുവന്നിട്ട് അത് കുത്തുക, ഇടിക്കുക എന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ നെല്ല് ധാന്യം കുത്തുന്ന സൗണ്ട്. ഓക്കെ, കൂടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കുത്തുക, ധാന്യം കുത്തുക. കിശോരിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലികമാർ, പെൺകുട്ടികൾ. ബാലികമാർ എന്നാണ് അർത്ഥം. കിശോരിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ബാലികമാർ. കിഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിക, അല്ലെങ്കിൽ എന്താണ്? കിഷോരിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലികമാർ. കോക്കിൽ ടംടി താൻ. എന്താണ് കോക്കിൽ ടംടി താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ് മക്കളെ? അപ്പൊ ഈ ബാലികമാറ് ധാന്യങ്ങൾ കുത്തുന്ന സൗണ്ടുകൾ കേട്ടു. ഈ കോക്കിലണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ബഹളം വെക്കില്ലേ? ഒരു താളത്തില് നെല്ല് കുത്തുമ്പോ പാട്ടുകൾ പാടും, അല്ലെങ്കിൽ കുറെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ താളത്തിലുള്ള സൗണ്ടുകളിനെയാണ് കോക്കിലണ്ടി താൻ എന്ന് പറയുന്നത്. ഓക്കെ, താളത്തിലുള്ള സൗണ്ടുകൾ കേട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എഴുതി തരാലോ? ഇത് കംപ്ലീറ്റ് ഈ സൈഡിൽ എഴുതട്ടെ മലയാളത്തില്. അങ്ങനെ എഴുതി തന്നാ മതി അഭിനവേ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? നെല്ല് കുത്തുന്ന കുയിൽ നാദം കേട്ടു. കോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുയിൽ എന്നാണ്. കോക്കിൽ കണ്ടി താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുയിലിന്റെ നാദം കേട്ടു. അപ്പൊ നമ്മള് ഒന്നോടെ പറയാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ബഹുദിനോം കെ ബാദ്. ഓക്കെ, വളരെ നാളുകൾക്ക് ശേഷം. വളരെ നാളുകൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ദേഖി. ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ കണ്ടു. മനസ്സ് നിറയെ കണ്ടു. എന്താണ് കണ്ടത്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള വിളവുകളുടെ പുഞ്ചിരി. ഫസലവും എന്താണ് മക്കളെ? വിളവുകൾ. വിളവുകളുടെ പുഞ്ചിരി. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ അർത്ഥം. മലയാളം പക്കാ മലയാളത്തില് ഫസ്റ്റ് സ്റ്റാൻസയുടെ അർത്ഥം ഇതാണ്. വളരെ നാളുകൾക്ക് ശേഷം അബ് മേനെ ജി ഭർ ദേഖി. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറയെ കണ്ടു. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി ഞാൻ കണ്ടു. എഴുതിയെടുത്തോളൂ, വേണ്ടവരെല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇതാണ് ഇത്. പിന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്? പക്കാ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കവിത മൊത്തത്തിൽ പറയുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് എഴുതി എടുക്കുക. ഇതെല്ലാവരും മീനിങ്സിന്റെ താഴെയോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മലയാളത്തിൽ എഴുതിയിട്ടോളാം.
എഴുതി കഴിഞ്ഞവർ ഒന്ന് പറയോ? അടുത്ത സ്റ്റാൻസയുടെ മീനിങ് എഴുതാം. കഴിഞ്ഞു. കഴിയുമ്പോ പറ കേട്ടോ. വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ എന്റെ മനസ്സ് നിറയെ കണ്ടു, വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള ആ നെൽപ്പാടത്തിന്റെ അല്ലെങ്കിൽ വിളവുകളുടെ ആ പുഞ്ചിരി ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ബഹുദിനോം കെ ബാദ് അബ് കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ബഹുദിനോം കെ ബാദ്. എന്തോ സുൻപായ, സുൻപായ എന്നാണോ? അത് എവിടെയാടാ? സെക്കൻഡ് സ്റ്റാൻസ ആണോ? അത് വേറൊന്നുമില്ല, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് സുൻപായ. അത് ഒറ്റ വേർഡാണേ. ഓക്കെ ആണോടാ? എഴുതി കഴിഞ്ഞോ? അടുത്തത് എഴുതട്ടെ. അടുത്തത് എഴുതിയ നിങ്ങൾ എന്റെ തല വെട്ടി മാറ്റാൻ പറയാം. അതുകൊണ്ടാണ് ഇത് മാച്ചിട്ട് എഴുതട്ടെ എന്ന് ചോദിക്കണേ. എന്തോ നാദം, സൗണ്ട്, ഒച്ച. മാറ്റട്ടെ? മുഹമ്മദേ കഴിഞ്ഞോടാ? അനന്തു എഴുതുന്നില്ല. നിനക്ക് ഞാൻ വെച്ചണ്ട് കേട്ടോ. നീ എഴുതിയാലും ഇല്ലെങ്കിലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് നോക്കിക്കോളാ. ബഹുത് ദിനോം കെ ബാദ് വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി പർ സുൻ പായ ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ കേട്ടു. എന്താണ് കേട്ടത്? നെല്ല് കുത്തുന്ന ധാൻ കൂട്ടി, നെല്ല് കുത്തുന്ന കിശോരിയോ ബാലികമാരുടെ കുയിൽ നാദം. കഴിഞ്ഞു. അപ്പൊ എന്താണ് അടുത്ത സ്റ്റാൻസയുടെ മീനിങ് ആണ് ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ സുൻ പായ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ എന്റെ മനസ്സ് നിറയെ സുൻ പായ കേട്ടു. എന്താ കേൾക്കുന്നത്? ധാൻ കൂട്ടി കിശോരിയാം കി കോകിൽ കണ്ഠി താൻ ബഹുദിനോം കെ ബാദ് നെല്ല് കുത്തുന്ന ധാൻ കൂട്ടി നെല്ല് കുത്തുന്ന കിശോരിയോം കി എന്താ ബാലികമാരുടെ കോകിൽ കണ്ഠി താൻ കുയിൽ നാദം ഞാൻ കേട്ടു. അപ്പൊ ഇവിടെ ആദ്യം കവി എന്താ ചെയ്തത്? കണ്ടു ഇല്ലേ? അദ്ദേഹം നെല്ല് നിറഞ്ഞ പാടങ്ങളൊക്കെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കണ്ടു. രണ്ടാമത്തെ സ്റ്റാൻസയില് അദ്ദേഹം മനസ്സ് തുറന്ന് ആ നെല്ല് കുത്തുന്ന ശബ്ദം അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും രണ്ട് സ്റ്റാൻസ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയില്ലേ? ഓക്കെ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയട്ടോ. കഴിഞ്ഞു. മുഹമ്മദേ, ഇനികെ കഴിഞ്ഞോ? എഴുതിക്കോളാം. കഴിയുമ്പോ ഒന്ന് സ്ക്രീനിൽ തംസപ്പ് കാണിച്ചോളാം. ഒന്നോടെ മിസ് ഈ രണ്ട് പാരഗ്രാഫും കൂടെ പറയാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേനെ ജി ഭർ ദേഖി ഇപ്പോൾ ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ് കണ്ടു. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ എന്താണ് പക്കി സുൻഹലി? വളരെ വിളവ് നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള എന്ത് കണ്ടു? വിളവുകളുടെ പുഞ്ചിരി ഞാൻ കണ്ടു. സെക്കൻഡ് സ്റ്റാൻസ ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ സുൻ പായ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞു കേട്ടു. എന്താണ്? നെല്ല് കുത്തുന്ന
കിശോരിയോം കി ബാലികമാരുടെ കോകിൽ കണ്ഠി താൻ കുയിൽ നാദം ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ ഓക്കെ അല്ലേ? ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കിയേ മക്കളെ. बहुत दिनों के बाद अबकी मैंने जी पर सूंधे മൗൽ സിരി കെ ഠേർ ഠേർ സേ താസേ ടഡ്കെ ഫൂൽ. എന്താണ് പറയുന്നത്? ബഹുത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ അബ് മേനെ ജീബർ സൂന്ദേ. അബ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വേറെ ഒരു മാറ്റവും ഇല്ല, ഇപ്പോൾ എന്ന് പറയുന്ന അർത്ഥമാണ്. ഇപ്പോൾ മേനെ ഞാൻ എൻ്റെ മനസ്സ് നിറയെ ജീഭർ സൂന്ധേ. എന്താണ് സൂന്ധേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണക്കുക, മണക്കുക, സ്മെല്ല് ചെയ്യുക. അപ്പൊ ആദ്യം കണ്ടു, പിന്നെ കേട്ടു, പിന്നെ സ്മെല്ല് ചെയ്തു, മണത്തു. അപ്പൊ ആദ്യം എന്താ ചെയ്തേ? കാഴ്ച, കണ്ണിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ചെവിയിലൂടെ കേട്ടു, പിന്നെ മൂക്കിലൂടെ സ്മെല്ല് ചെയ്തു. അപ്പൊ മിസ് ആദ്യം റൗണ്ട് ചെയ്ത കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ദേഖേ, സുനെ, സൂന്ധേ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബ്കി മേനെ ജീഭർ സൂന്ധേ, ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് എന്തിനെ സ്മെല്ല് ചെയ്തു, ഒന്ന് ആസ്വദിച്ച് ഞാനൊന്ന് മണത്തു. എന്താണ് ആ ബാക്ക്ഗ്രൗണ്ടില് പിക്ചർ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ആ ബാക്ക്ഗ്രൗണ്ടിലെ പൂവ് എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ പൂവ്? എന്ത് പൂവാണത്? മുല്ലല്ല. മുല്ലക്ക് ഇത്രയും എന്താ പറയാ, കുറച്ചുകൂടെ വലിപ്പമുണ്ട് മുല്ലക്ക്. നല്ല സ്മെല്ലുള്ള. നിങ്ങളുടെ അമ്മമാരൊക്കെ എന്തോ പാലപ്പൂവല്ല, പാലപ്പൂവിനും വലിപ്പമുണ്ട്. നിങ്ങളുടെ അമ്മമാരൊക്കെ എപ്പോഴും പറയും എന്താ, ഇലഞ്ഞി പൂത്ത മണം വരുന്നുണ്ട്, ഇലഞ്ഞിപ്പൂ പൂത്ത മണം വരുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ആ അതെ അതെ, ഇലഞ്ഞിപ്പൂവാണ്. ഇലഞ്ഞി പൂത്ത മണം. ആണോ? എന്നാ ഇനി ഓർത്ത് വെച്ചോ, ഇലഞ്ഞിപ്പൂവാണത്. നല്ല ഇലഞ്ഞി പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാ, എല്ലായിടത്തും ആ മണം ഉണ്ടാവും. അപ്പൊ ഇലഞ്ഞി പൂത്ത മണത്തിന്റെ കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എന്താ? ബഹുത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം അബ്കി മേനെ ജീബർ സൂന്ദേ, ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചൊന്ന് സ്മെല്ല് ചെയ്തു, ആസ്വദിച്ച് ഞാൻ മണത്തു. എന്തിനെ? എന്താ? മൗൽ സിരി, മൗൽ സിരിക്ക് ഠേർ ഠേർ, മൗൽ സിരിക്ക് ഠേർ ഠേർ. മൗൽ സിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂത്തുലഞ്ഞു നിൽക്കുക. ഓക്കെ, മൗൽ സിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? പൂത്തുലഞ്ഞു നിൽക്കുക, പൂത്തുലഞ്ഞു നിൽക്കുക. അപ്പൊ എന്താണ്? ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞൊന്ന് സ്മെല്ല് ചെയ്തു. എന്ത്? പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിയുടെ, ഇലഞ്ഞിയുടെ. താസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ്, പുതിയത് അല്ലെങ്കിൽ പുതുമയുള്ള, ഇലഞ്ഞിയുടെ പുതുമയുള്ള എന്ത്? ടഡ്കെ ഫൂൾ. ടഡ്കെ ഫൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ആ നല്ല ഇലഞ്ഞിപ്പൂവിന്റെ സ്മെല്ല്. ടഡ്കെ ഫൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലഞ്ഞിപ്പൂവ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇലഞ്ഞി പൂവ്. അപ്പൊ എന്താണ്? പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ പൂവിന്റെ നല്ല പുതുമയുള്ള സ്മെല്ല് ഞാൻ എന്താണ്? ആസ്വദിച്ചൊന്ന് മണത്തു. സൂന്ധേ എന്നുള്ള വാക്ക് നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ മലയാളം മീനിങ് മിസ് സൈഡിൽ എഴുതാൻ നോക്കിക്കോളാം. വളരെ നാളുകൾ, വേറെ കളറിൽ എഴുതാം. വളരെ നാളുകൾക്ക് ശേഷം അബ്കി മേനെ ജീബർ സൂന്ദേ, എന്താണ്? ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ ആസ്വദിച്ച് മണത്തു. എന്തിനെ? എന്തിനെയാന്നാ പറയുന്നത്? പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിയെ. എന്തോ? എന്തിന്റെ മീനിങ്സ്? ആ കാണിക്കാട്ടോ. ആ പറഞ്ഞോടാ അഭിനവേ.
ഫസ്റ്റത്തെയും കാണിക്കാം കേട്ടോ. ഈ പാരഗ്രാഫും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നും പറഞ്ഞിട്ട് മീനിങ്സ് കാണിച്ചിട്ട് നമുക്ക് നിർത്താം. എന്തോ ഠേർ ഠേർ, ഠേർ ഠേർ അല്ല, ഠേർ ഠേർ. എന്താണ് അപ്പോ മൗൾ സിരി ഠേർ ഠേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന. ഠേർ ഠേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നമ്മള് പുതിയ പൂ എന്നൊക്കെ പറയില്ലേ, പുതിയ പൂവിന്റെ ഫ്രഷ് സ്മെല്ല്. അതായത് ഠേർ ഠേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് ന്യൂ ആയിട്ടുള്ളത്. ഓക്കെ, പഴയ പൂവല്ല. താസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് എന്നാണ്, പുതിയ പൂവിന്റെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല്. പുതിയ പൂവിന്റെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല്. താസേ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പൂവിന്റെ പുതുമണം. അത്രേ ഉള്ളൂ, പുതിയ പൂവിന്റെ പുതിയ മണം. ഇവര് വെറുതെ കോംപ്ലിക്കേഷൻസ് ആക്കുന്നത്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. എന്താ പറയാ, കണ്ടു, അതുപോലെ കേട്ടു, മണത്തു. ഇനി കുറച്ച് കഴിയുമ്പോ അടുത്തത് പറയും ചൂപ്പായ. അത് എന്താന്ന് അടുത്തത് പറയാം. വൈകി എഴുതിക്കോളാ, സമയം പോകുന്നു. കഴിഞ്ഞില്ലേ? ഇതൊന്നുകൂടെ പറയാം നമ്മള്. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ സൂന്ദേ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് സ്മെല് ചെയ്തു, ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് ആസ്വദിച്ച് മണത്തു. എന്തിനെ? മൗൾ സിരി കെ ഠേർ ഠേർ സേ താസേ ടടക്കെ ഫൂൽ. എന്താണ്? ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന പുതിയ ഒരു പൂവിന്റെ താസേ, എന്താ ഫ്രഷ് ആയിട്ടുള്ള ടഡ്കേ ഫൂൽ, എന്താണ് ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധത്തെ ഞാനൊന്ന് സ്മെല് ചെയ്തു, നല്ല ആസ്വദിച്ച് ഞാനൊന്ന് മണത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ആലോചിക്കുക, ഒന്ന് പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിക്കഴിയുമ്പോ ആദ്യം നമ്മൾ എന്താണ് മക്കളെ കണ്ടത്? വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ് കണ്ടു. എന്ത്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. എന്താണ്? വിളഞ്ഞു നിൽക്കുന്ന ആ വിളവുകളുടെ പുഞ്ചിരി, സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി ആദ്യം ഒന്ന് കണ്ടു. രണ്ടാമതോ അബ്കി മേനെ ജീബർ സുൻ പായ. ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് കേട്ടു. എന്ത്? നെല്ല് കുത്തുന്ന ആ ഒരു ബാലികമാരുടെ കുയിൽ നാദം ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ് കേട്ടു. മൂന്നാമത് എന്താണ് മക്കളെ നമ്മൾ പറഞ്ഞത്? വളരെ നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ മനസ്സ് നിറയെ ഒന്ന് ആസ്വദിച്ച് സ്മെല് ചെയ്തു, മണത്തു. എന്തിനെ? പൂത്തു നിൽക്കുന്ന ആ പുതിയ പൂക്കളായ ഇലഞ്ഞിപ്പൂക്കളുടെ മണത്തെ ഞാനൊന്ന് സ്മെല് ചെയ്തു എന്നാണ് പറയുന്നത്. 3 സ്റ്റാൻസ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ. 3ഉം പക്കയായിട്ട് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് മീനിങ്സ് കൂടെ മിസ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് 2 സ്റ്റാൻസയുടെ ഇംഗ്ലീഷ് മീനിങ്സ് ആണ്. നിങ്ങൾ ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. അല്ലാത്തവർക്ക് ഇപ്പൊ എക്സാമിന്റെ ലിങ്ക് വരും, എക്സാം എഴുതിക്കോളാം. എന്തോ ഇത് എഴുതണം നിർബന്ധമില്ല, നിനക്ക് മലയാളം മീനിങ്സ് മതിയെങ്കിൽ അത് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ എക്സാമിന്റെ ലിങ്ക് വരും മക്കളെ, എക്സാം അറ്റൻഡ് ചെയ്തോളൂ. അഭിനവേ എവിടെ പോയി? അനന്തോ എങ്ങടാണ് പോയേ? നിന്റെ ബുക്ക് ഒന്ന് കാണിച്ചാൽ എന്തോ? നോട്ട്ബുക്ക്. ടെസ്റ്റ് എങ്ങനെയാണ് ജെന്നി? എത്ര മാർക്ക്? 9. വെരി ഗുഡ്. യെസ്, ഇനി അടുത്തത് എഴുതിക്കോ ബാക്കിയുള്ളവര്. കാണിക്കടാ.
നോട്ട് എവിടെ അനന്തോ? അതിന് കാണാൻ പറ്റുള്ള ഒന്ന് അടുപ്പിച്ചടാ, ഞാൻ പിഞ്ചേട്ടെ. മീനിങ്സിന്റെ കാര്യം മാത്രല്ല, ഞാനിവിടെ മലയാളത്തിൽ എഴുതിയെടുക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവണം. അത് ടെസ്റ്റിലാ. ആ ടെക്സ്റ്റ് കാണിച്ചേ. ആ ഓക്കെ ഓക്കെ. പഴയ ടെസ്റ്റ് ആണോ അത്? പുതിയതാ. സ്കൂളിൽ എത്ര വരി എടുത്തു നീക? ഇതുവരെ എടുത്തു മിസ്സേ. അടുത്തതും കൂടി എടുത്തു അല്ലേ? ആ, ഓക്കെ. ഇതുകൂടി എഴുതാൻ ഞാനേ. എക്സാം എഴുതി കഴിഞ്ഞോ? ആ, എത്രയാ? 6. അത് കയ്യിലിരിപ്പ് കൊണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കുറച്ച് തിടുക്കം കൂടുതൽ എക്സാം എഴുതാനായിട്ട്. സാരി മിസ്സേ, ഞാൻ ഇനി കൂടി കൂടുതൽ കിട്ടിക്കോളൂ. ആ ആ അയ്യോ, ഇതൊന്നാരാ? അതെന്തെന്നാടാ അപ്പൊ കൊല്ലു ചേച്ചീനെ? ഇത് ചട്പട്ടിനേക്കാ വികൃതിയാണല്ലോ. മിസ്സേ, ഇത് നല്ല ചണ്ടിയാ. അയ്യോ. മോനെ പോയി ചെയ്തോ. അടി കിട്ടുമെന്ന് പറഞ്ഞേക്ക്. ആ ചെക്കൻ മര്യാദക്ക് പോയതാ, അതിനെ വിളിച്ചു വരുത്തി തല്ലി മേടിക്ക. ആ ചെക്കൻ മര്യാദക്ക് പോയതാ. എടാ അഭിനവേ, നീ എക്സാം എഴുതുന്നുണ്ടോ? അനന്തു എക്സാം എഴുതുന്നുണ്ടോ? സാറൊന്നും കോമഡി ഒന്നും പറയുന്നില്ലല്ലോ ഇന്ന്. നമുക്ക് പോർഷൻ തീർക്കണ്ടേ? പോഷൻ തീർക്കണ്ട, നിങ്ങളങ്ങനെ കളിച്ചോണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യാനാണ്? മിസ്സിനാണെങ്കിൽ ആഴ്ചയില് പോർഷനൊക്കെ കഴിഞ്ഞു മിസ്സെന്നൊക്കെ അറിയില്ല. അതെ, മിസ്സിനാണെങ്കിൽ ആഴ്ചയിലാകെ 6 ദിവസം ക്ലാസ് ഉള്ളൂ. അതിനകത്ത് 5 ദിവസം ഹോസ്പിറ്റലിൽ കയറാൻ സമയമുള്ളൂ. അപ്പൊ ഒരു ദിവസമെങ്കിലും പോർഷൻ തീർക്കണ്ടേ? ഇനിയിപ്പൊ ക്ലാസ് കിട്ടെങ്കിൽ ഇനിയിപ്പൊ അടുത്ത ഹോസ്പിറ്റൽ കയറൽ കഴിയണം. നിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ, എന്റെ കാര്യം കൊച്ചേ. നീ എവിടേക്കെങ്കിലും പൊക്കോ. ഞാനിവിടെ വന്നിട്ട് എത്ര നാളായെന്നറിയോ? അറിയോ? അതെ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്നെ ആരെങ്കിലും അന്വേഷിക്കാന്? ആരും അന്വേഷിച്ചില്ല. കെമിസ്ട്രി ടീച്ചറുള്ള ആര്യ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹിന്ദി ടീച്ചർക്ക് പകരം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ സ്നേഹം ഞാൻ ആരും കളിയാക്കാറില്ല, ഞാൻ എല്ലാരും പ്രോത്സാഹിപ്പിക്കുള്ളൂ. അല്ല റഫാനെ ഞാൻ ഭയങ്കര പ്രോത്സാഹനം. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് 9 മാർക്ക് കിട്ടിച്ചു. ഈ അഭിനവ് ഇത്രയും നേരം ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് ഇവരെങ്ങനെ പോയേ? അത് ഇവൻ കിടത്താൻ പോയിണ്ടോ? അല്ല, അത് അനന്തുവാണ്. അനന്ത് പഠിക്കാൻ തീരുമാനിച്ചതാ. അനന്തോ ഐ ശരി, പിന്നെ പഠിക്കണ്ടോ? ഇപ്പൊ എക്സാം ആവും. അതേ വന്ന് എന്റെ പാലഞ്ചേരി. എടാ നിന്നെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു, നീ കേട്ടില്ലേ? നിന്നെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യല. ആദ്യം നീ എക്സാം എഴുതും. ഇവരൊക്കെ എക്സാം എഴുതിയിട്ടായിരുന്നു മിണ്ടുന്നേ. അഭിനവേ, ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കുന്നു. ഏടാ പോയി? പെട്ടെന്ന് എഴുതി എടുത്തോളാ. ആ കഴിഞ്ഞു മിസ്സേ. നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അടുത്ത സ്റ്റാൻസും കൂടെ എടുത്താലോ?
ഇല്ല 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 ഇല്ല. ഒരു സ്റ്റാൻസും കൂടെ എടുക്കാൻ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. നോ വേ. അപ്പോ ശ്രദ്ധിച്ചോളാ, ഇതും കൂടെ ഉള്ളൂ. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേം ജി ഭർ ചൂപ്പായ. ഇവിടെ ചൂപ്പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അടുത്തത് ടച്ച് ചെയ്യുക. ഇത്രയും പോർഷനിൽ നിന്നാണ് എന്തായാലും എക്സാമിന് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ടച്ച് ചെയ്യുക. ഓക്കെ, എന്താണ് ചൂപ്പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ് മക്കളെ? ടച്ച് ചെയ്യുന്നതിനെയാണ് ചൂപ്പായ. സ്പർശിക്കുക, ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേനെ ജി ഭർ ചൂപ്പായ, ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് സ്പർശിച്ചു, ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് തൊട്ടു. എന്തിനെ? അപ്പനി ഗാവയി പങ്ക്തണ്ടി കി ചന്ദൻ വർണി ധൂൽ. എന്താണ്? ഗാവർണി പഗ്ഡണ്ടി കി ചന്ദൻ വർണി ധൂൽ. എന്താണ് ചന്ദൻ വർണി? ചന്ദന നിറമുള്ള വെയില്. ഓക്കെ, എന്താണ് ഗാവർണി പഗ്ഡണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ് ഗാവർണി പഗ്ഡണ്ടി? ഗ്രാമത്തിലെ ഒറ്റയടിപ്പാത. എന്ത്? ട്രെയിൽ എന്ന് പറയുന്നത് എന്തിനെയാണ് ട്രെയിൽ എന്ന് പറയാ? നമ്മുടെ ഈ വയലിന്റെ നടുക്ക് ഒരു പാത ഉണ്ടാവില്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളത്. 2 പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ആയി പോകുന്ന പാത, അതിനെയാണ് ഇവിടെ ചന്ദന നിറമുള്ള പഗ്ഡണ്ടി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ മലയാളം മീനിങ് മിസ് ഇവിടെ എഴുതാം. മലയാളം മീനിങ് വേണ്ട ആള് പോയും തോന്നുന്നു. അയാൾ ഇവിടെ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് എഴുതിയെടുക്കുക. ഇതിപ്പോ എഴുതിയെടുത്തോ? ഓക്കെ. എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം അബ്കി മേനെ ജി ഭർ ചൂപ്പായ. എന്താണ്? ഇപ്പോൾ ഞാൻ മനസ്സു നിറയെ സ്പർശിച്ചു. എന്തിനെയാന്നാ പറയുന്നത്? എന്റെ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ ചന്ദന വർണ്ണമുള്ള. എന്താണ് ചന്ദൻ വർണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ചന്ദന വർണ്ണമുള്ള പൊടിമണ്ണിനെ. ധൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ആ വെയില് പോലെ കിടക്കുന്ന നല്ല മഞ്ഞ നിറത്തിലുള്ള പൊടിമണ്ണിനെ. ഓക്കെ, ഒന്നുകൂടെ പറയാം മക്കളെ, എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേം ജി ഭർ ചൂപ്പായ അപ്പനി ഗാവരി പഗ്ഡണ്ടി കി ചന്ദൻ വർണി ധൂൽ. എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം അബ്കി മേം ജി ഭർ ചൂപ്പായ, ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് സ്പർശിച്ചു, ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞൊന്ന് തൊട്ടു. എന്തിനെ? അപ്പനി ഗാംവർണി. എന്താണ്? ഞാൻ എന്റെ ഗ്രാമത്തിലെ, ഗാംവയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമത്തിലെ പഗ്ഡണ്ടിക്ക്. പഗ്ഡണ്ടി മിസ് പറഞ്ഞല്ലോ, 2 വയലിന്റെ നടുക്ക് ഒരു പാത ഉണ്ടാവൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള വയൽ വരമ്പ് അല്ലെ? അവിടെയുള്ള മണ്ണൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല മിനുസുള്ള ചന്ദന നിറമുള്ള ഈർപ്പം നിറഞ്ഞ മണ്ണായിരിക്കും. അപ്പൊ ആ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ ആ ചന്ദൻ വർണ്ണി ധൂൽ, എന്താണ്? ആ ചന്ദന നിറമുള്ള മണ്ണിനെ ഞാനൊന്ന് സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കിയോ. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേം ജി ഭർ ചൂപ്പായ അപ്പനി ഗാംവയി
പഗ്ഡണ്ഡി കി ചന്ദൻ വർണ്ണി ധൂൽ. വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാനൊന്ന് സ്പർശിച്ചു. എന്തിനാണ്? എൻ്റെ ഗ്രാമത്തിലെ ആ വയൽ വരമ്പിലുള്ള അല്ലെങ്കിൽ ആ ഒറ്റയടി പാതയിലുള്ള ചന്ദൻ വർണ്ണി ധൂൽ, ചന്ദനവർണ്ണമുള്ള പൊടിമണ്ണിനെ ഒന്ന് സ്പർശിച്ചു. ഈ ഒറ്റയടി പാത എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന പാത. നിങ്ങളൊന്ന് ആലോചിച്ച്, വയൽ വരമ്പിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പുറം നിന്ന് ഇപ്പറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന റൊമാൻസ് പോലെ ആയിപ്പോവും. രണ്ടുപേരും കൂടെ അതാ ഇങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ? നമ്മുടെ സിനിമയിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. വയലിലൂടെ ഇപ്പുറത്തെ കൂടെ നായിക വരുന്നു, ഇപ്പുറത്തെ കൂടെ നായകൻ വരുന്നു, ക്ലാഷ് ആവുന്നു, എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചേർന്നങ്ങ് പോകുന്നു. ഇതേപോലെ നടക്കുന്ന പാതേനെയാണ് ഒറ്റയടി പാത, വയൽ വരമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് ആ പാടത്തിന്റെ നടുക്കുള്ള വരമ്പിനെയാണ് എന്തെന്ന് സൂചിപ്പിക്കുന്നത്? പഗ്ഡണ്ഡി എന്ന് സൂചിപ്പിക്കുന്നത്. പഗ്ഡണ്ഡി, ഒറ്റയടി പാത, വയൽ വരമ്പ്. അവിടെ എന്ത് നിറമുള്ള മണ്ണാണ്? ചന്ദൻ വർണ്ണി ധൂൽ, ചന്ദന നിറമുള്ള ആ ഒരു പൊടി മണ്ണിനെ നമ്മുടെ കവി സ്പർശിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ 4 സ്റ്റാൻസ് എടുത്തു. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മള് എന്തിനെ കണ്ടു? അബ്കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. മനസ്സ് നിറഞ്ഞ് എന്തിനെ കണ്ടു? സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു വയലിലെ വിളവുകളെ നമ്മൾ കണ്ടു. അതേപോലെ സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ പഠിച്ചു അബ്കി മേനെ ജീബർ സുൻപായ. ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് കേട്ടു. എന്താ കേട്ടത്? നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിൽ നാദം ഞാൻ കേട്ടു. മൂന്നാമത്തെ സ്റ്റാൻസിൽ നമ്മൾ പഠിച്ചു ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞൊന്ന് ഞാൻ സ്മെല്ല് ചെയ്തു, മണത്തു. എന്ത്? നല്ല പുതുപുത്തൻ ഇലഞ്ഞിപ്പൂവ്, പൂത്ത് നിൽക്കുന്ന ഇലഞ്ഞിപ്പൂവിന്റെ സ്മെല്ല് ഞാനൊന്ന് മനസ്സ് നിറഞ്ഞ് മണത്തു. നാലാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? അബ്കി മേനെ ജീബർ ചൂപ്പായ. ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞൊന്ന് സ്പർശിച്ചു, ഒന്ന് തൊട്ടു. എന്തിനെ? അപ്പനി ഗാംബയി പഗ്ഡണ്ഡിക്ക് ചന്ദൻ വർണ്ണി ധൂൽ. എൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദന വർണ്ണമുള്ള ആ ഒരു പൊടിമണ്ണിനെ ഞാനൊന്ന് സ്പർശിച്ചു, എൻ്റെ മനസ്സ് നിറഞ്ഞൊന്നു തൊട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ 4 സ്റ്റാൻസ് എടുത്തു. 4 സ്റ്റാൻസും പക്കയായിട്ട് മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായില്ലേ? ഓക്കെ. ദാനന്തോ എന്താ അവിടെ? ഇപ്പൊ ഈ 4ാമത്തെ സ്റ്റാൻസ് എടുത്തതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ നീ. എഴുതി വെച്ചത് അങ്ങ് അടച്ചോ. എഴുതി വെച്ചത് അങ്ങ് അടച്ചോ. ടെക്സ്റ്റ് അങ്ങ് അടച്ചേ. വളരെ നാളുകൾക്ക് ശേഷം ടെക്സ്റ്റ് അടച്ച്. ടെക്സ്റ്റ് പൊക്കിയേ. ടെക്സ്റ്റ് ബുക്ക് പൊക്കി പിടിച്ചേ. പറഞ്ഞോ. വളരെ നാളുകൾ ഇവിടെ ക്യാമറയുടെ ഫ്രണ്ടില്. പറ. വളരെ നാളുകൾക്ക് ശേഷം ബാക്കി അബ്കി മേനെ ജീബർ ചൂപ്പായ. എന്താ? തൊട്ടു. തൊട്ടു. എന്തിനെ? പൂവിനെ അല്ല, നെല്ലിനെ അല്ല. അർത്ഥം ഞാൻ ഓരോ വേർഡിന്റെ മീനിങ്ങും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരുന്നതിന്റെ കൂടെയാണ് ഈ സ്റ്റാൻസയുടെ മീനിങ് സെപ്പറേറ്റ് എഴുതി തരുന്നത്. അപ്പൊ ആ വേർഡിന്റെ മീനിങ് പറ. എന്താണ്? അപ്പനി ഗാംവൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗാംവൈ ഗ്രാമത്തിലെ. ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ എന്തിനെ തൊട്ടെ? ക്ലാസ് നടക്കുമ്പോ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്ന. കേട്ടല്ലോ? അവിടെ ഇരുന്ന് എന്താ കാണിച്ചോണ്ടിരുന്ന? എറിഞ്ഞു കളിക്കുമല്ലായിരുന്നോ? ഇനി ക്ലാസ്സിന്റെ ഇടയ്ക്ക് മിസ് ഇത് കണ്ടാണ്ടല്ലോ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് വർത്താനം പറയാനും അതുപോലെ എല്ലാത്തിനും മിസ് സമയം തരുന്നുണ്ട്. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ക്ലാസ് കേട്ടോളണം. കേട്ടല്ലോ? എന്താണ്? ഗ്രാമത്തിലെ ഒറ്റടി പാതയിലെ എന്തിനെയാണ്? ചന്ദന നിറമുള്ള മണ്ണിനെ തൊട്ടു എന്നാ പറയുന്നത്. പൊടി മണ്ണിനെ തൊട്ടു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 4 സ്റ്റാൻസ്, 4 പങ്ക്തി എടുത്തിട്ടുണ്ട്. 4 പങ്ക്തിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് മറന്നിട്ട് വന്നേക്കരുത്. 4 സ്റ്റാൻസയും ഇപ്പൊ തന്നെ വായിച്ച് നല്ല വ്യക്തമായ മനസ്സിലേക്ക് പതിപ്പിച്ചോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാനായിട്ട് പറ്റും.
അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിലേക്ക് ആരും മറന്നിട്ട് വരില്ലല്ലോ. വരില്ല. അപ്പൊ ഓക്കെ മക്കളെ, അടുത്ത ക്ലാസ്സിൽ കാണും വരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു. ടാറ്റാ. ടാറ്റാ.